gnomio ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് Moodle-നെ ഹോസ്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. So first let's go to www.gnomio.com. അതിന് ടോപ്പ് റൈറ്റിലായിട്ട് ക്രിയേറ്റ് യുവർ സൈറ്റ് എന്ന് കാണാം. അവിടെയുള്ള URL-നകത്ത് നമുക്ക് ആവശ്യമായ പേര് എങ്ങനെയാണോ നമ്മുടെ സൈറ്റ് വരേണ്ടത് അതുപോലെ ഒരു പേര് അവിടെ കൊടുക്കുക. സോ ദാറ്റ് നെയിം .gnomio.com എന്നുള്ളതായിരിക്കും നമ്മുടെ സൈറ്റ്. പിന്നീട് ഒരു വാലിഡ് ഇമെയിൽ തന്നെ കൊടുക്കണം. ബിക്കോസ് ലോഗിൻ ക്രെഡൻഷ്യൽസ് ഒക്കെ നമുക്ക് ഈ മെയിലിലേക്കാണ് വരുന്നത്. ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് EN കൊടുക്കുക. അതിനുശേഷം അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുക. ക്രിയേറ്റ് സൈറ്റ്. അപ്പോൾ നമുക്കൊരു gnomioയിൽ ഒരു Moodle സൈറ്റ് ക്രിയേറ്റഡ് ആണ്. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദിസ്. ഇനി ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യാനുള്ള ക്രെഡൻഷ്യൽസ് നമ്മുടെ നേരത്തെ കൊടുത്ത മെയിലിലേക്ക് വന്നിട്ടുണ്ടാകും. സോ ഗോ ടു മെയിൽ, ഓപ്പൺ ദ മെയിൽ ഫ്രം gnomio സപ്പോർട്ട്. ആ മെയിൽ ID-ക്കകത്ത് ഉള്ള Moodle സൈറ്റ് ഇപ്പം വന്നിട്ടുണ്ട്. പിന്നീട് യൂസർ നെയിം എന്ന് പറയുന്നത് അഡ്മിൻ ആണെന്ന് ഇതിനകത്ത് വരും. പാസ്വേഡ് വരും. യൂസർ നെയിം എല്ലാവർക്കും അഡ്മിൻ ആയിരിക്കും. അതൊരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ്. പാസ്വേഡ് പക്ഷേ ഓരോരുത്തർക്കും ഓരോ പാസ്വേഡാണ് വരുന്നത്. സോ നമ്മളിനി ഈ Moodle സൈറ്റിനകത്തേക്ക് ലോഗിൻ ചെയ്യുക. സോ ക്ലിക്ക് ഓൺ ടു ദി യുവർ Moodle സൈറ്റ് ഫ്രം ദി മെയിൽ ID. അപ്പോൾ ഇതാണ് എൻ്റെ Moodle സൈറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. eventhorizon.gnomio.com. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു Moodle സൈറ്റ് കിടക്കുന്നത്. എൻ്റെ ടോപ്പ് റൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ കാണാം. ക്ലിക്ക് ഓൺ ലോഗിൻ. നമ്മളോട് ഐഡിയും യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. യൂസർ നെയിം എന്ന് പറയുന്നത് അഡ്മിൻ ആയിരിക്കും. അഡ്മിൻ എന്നുള്ള യൂസർ നെയിം കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾക്ക് മെയിലിൽ വന്നിരിക്കുന്ന പാസ്വേഡ് എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ദാറ്റ് വിൽ ടേക്ക് us to our Moodle സൈറ്റ്. അപ്പം Moodle സൈറ്റിനകത്ത് ഇങ്ങനെയാണ് ഒരു പേജ് അപ്പിയർ ചെയ്യുന്നത്. ഇതിനകത്ത് കോഴ്സസ് ഇല്ല, കണ്ടൻസ് ഇല്ല, സ്റ്റുഡൻസ് ഇല്ല, ടീച്ചേഴ്സ് ഇല്ല, ഒന്നും തന്നെയില്ല. അതൊക്കെ നമ്മളിനി ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലൊരു നാവിഗേഷൻ ബോർഡ് കാണാം ഇവിടെ. അപ്പം അതിനകത്ത് സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഡാഷ്ബോർഡ്, സൈറ്റ് ഹോം. പിന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് കലണ്ടർ ഉണ്ട്. നമ്മൾ ലോഗിൻ ഡീറ്റെയിൽസ്, ഓൺലൈൻ യൂസേഴ്സ് എത്ര പേര് ഇവിടെ ടൈമും കാണിക്കും, കലണ്ടർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു പ്രൊഫൈൽ സെറ്റിങ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ടോപ്പ് റൈറ്റിൽ പ്രൊഫൈൽ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് മാറ്റാം, നമ്മുടെ ഫോട്ടോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഡീറ്റെയിൽസ് വല്ലതും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പം അതിൻ്റെ മുന്നേ ലോഗിൻ ആക്ടിവിറ്റി ഇവിടെയും നമുക്ക് കാണിക്കുക എപ്പോഴാണ് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലുള്ള ഗിയർ മെനു, അതാണ് സെറ്റിങ്സ് മെനു. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് പ്രൊഫൈൽ എടുക്കുക. ആ എഡിറ്റ് പ്രൊഫൈലിനകത്ത് നമുക്ക് യൂസർ നെയിം ഡീഫോൾട്ടാണ്, അഡ്മിൻ തന്നെയാണ്. പാസ്വേഡ് നേരത്തെ നമുക്ക് വന്നത് ഒരു മെയിലിനകത്ത് വന്ന ഒരു ഓട്ടോ ജനറേറ്റഡ് പാസ്വേഡാണ്. ആ പാസ്വേഡ് മാറ്റി നമ്മുടേതായ ഒരു പാസ്വേഡ് ഇവിടെ കൊടുക്കുക. ആ പാസ്വേഡിനുള്ള കണ്ടീഷൻസ് 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതിലൊന്ന് ഡിജിറ്റ് ആയിരിക്കണം, ഒരു ലോവർ കേസ് ഉണ്ടാവണം, ഒരു അപ്പർ കേസ് ഉണ്ടാവണം, ഒരു നോൺ ആൽഫ ന്യൂമറിക് ക്യാരക്ടർ, ഹാഷ്, ഡോളർ അല്ലെങ്കിൽ സ്റ്റാർ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ വെച്ചിട്ടുള്ള ഒരു പാസ്വേഡ് നമ്മളിവിടെ കൊടുക്കുക. പിന്നെ നമുക്ക് ഫസ്റ്റ് നെയിം എന്നിവിടെ കിടക്കുന്ന അഡ്മിൻ ആണ്. അത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പേര് എങ്ങനെയാണോ നമ്മുടെ സൈറ്റ് വരേണ്ടത് ആ പേര് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ ഇവൻറ്റ് എന്നുള്ളത് ഫസ്റ്റ് നെയിം ആയിട്ടും സർനെയിം ആയിട്ട് ഹൊറൈസൺ എന്നുമാണ് കൊടുക്കുന്നത്. മെയിൽ ID നേരത്തെ കൊടുത്ത മെയിൽ ID ഇവിടെ ഓൾറെഡി വന്നിട്ടും ഉണ്ട്. ഇനി ഡിസ്ക്രിപ്ഷൻ വല്ലതും കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതാം. അടുത്തതായിട്ട് യൂസർ പിക്ചർ, നമ്മുടെ ഇൻസ്ട്രക്ടറിൻ്റെ ഒരു ഫോട്ടോ വരണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫയൽ കാണാം. അതിനകത്തേക്ക് ഒന്നുകിൽ നമുക്ക് ഫയൽ അപ്ലോഡിംഗ് ആയിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ അപ്ലോഡിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഫോട്ടോ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഇതിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യുക, അത് അവിടെ അപ്ലോഡ് ആയിട്ടുണ്ടാവും. അതിനുശേഷം അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ താഴേക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫയൽ അപ്ലോഡായി. ഇനി അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നും കൊടുത്തു. So this is how my page now looks. There are some ads that's default for this setting. Thank you.